Hello everyone, welcome back to Excel Village. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് min അതുപോലെ തന്നെ max ഈ രണ്ട് ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ മിനിമം വാല്യൂയും മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ ആവറേജ് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് എമൗണ്ടിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ജാനുവരിയിലെ എക്സ്പെൻസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് 2000 + 300 + 150 + 650 + 900 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ സമ്മ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും അല്ലേ. ഈ ഒരു സമ്മിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എമൗണ്ട് കൊണ്ട്, അതായത് എനിക്കിവിടെ 5 കൗണ്ടാണുള്ളത്, 5 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ 4000 എന്നുള്ള ഈ സമ്മിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ആവറേജ് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സലിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം എക്സലിൽ നമുക്ക് ആവറേജ് എന്ന് പറയുന്ന ഒരു ബിൽഡിൻ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ആ ഫംഗ്ഷനിലോട്ട് നമുക്ക് ഏത് സെൽ റേഞ്ചിൻ്റെ ആവറേജ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സെൽ റേഞ്ചിൻ്റെ ഇൻഫർമേഷൻ എക്സലിലോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ, ആ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവറേജ് ഈസി ആയിട്ട് എക്സൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തന്നോളും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഫോർമുലാസ് എന്നുള്ള റിബണിലെ മാത്തമാറ്റിക്സ് ആൻഡ് ട്രിഗ്നോമെട്രി എന്നുള്ള ലൈബ്രറിയിൽ പോയി നോക്കാം. ഇവിടെ ആവറേജ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അവൈലബിൾ അല്ല. അപ്പോൾ എവിടെയായിരിക്കും ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുക? ഞാൻ മോർ ഫംഗ്ഷൻസ് എന്നുള്ള ഈ ഒരു ലൈബ്രറി ക്ലിക്ക് ചെയ്ത് അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നുള്ള ഓപ്ഷനിൽ പോയി നോക്കിയാൽ ഇവിടെ ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ആവറേജ് ഇഫ് എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. എനിക്ക് വേണ്ടത് ഈ പ്ലെയിൻ ആയിട്ടുള്ള ആവറേജ് എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഇൻസേർട്ട് ഫംഗ്ഷൻ, ഇവിടെ വന്നിട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ തുടക്കമായതുകൊണ്ട് ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവിടെ നിന്ന് ആവറേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫോർമുല ബിൽഡർ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ആർഗ്യുമെൻറ്റ് സെക്ഷനിൽ B11 to B12 എന്നാണ് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ നമുക്ക് സെലക്ട് ആയിട്ടുള്ളത്. എനിക്ക് അതല്ല വേണ്ടത്. എനിക്ക് B4 മുതൽ B8 വരെയുള്ള സെല്ലിൻ്റെ ആവറേജ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ B4 മുതൽ B8 വരെയുള്ള സെല്ല് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ B4 to B8 എന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഡൺ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ 800 എന്ന് നമുക്കിവിടെ ആവറേജ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫെബ്രുവരി മന്തിലെയും മാർച്ച് മന്തിലെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കൗണ്ടി എന്നുള്ള ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എക്സൽ വില്ലേജിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.